നമസ്കാരം. ഒല്ലാൽ നാടിന് ഏറെയും അത്യന്താപേക്ഷിതമായ റെയിൽവേ മേൽപ്പാലം എന്ന് സാക്ഷാത്കരിക്കും? 3 വർഷമായി ജനങ്ങളെ ഇട്ട് ദുരിതപ്പെടുത്തുന്ന ഈ കാഴ്ചയ്ക്ക് ഒരു അറുതി ഉണ്ടാകുമോ? അത്യന്തമായിട്ട് മേൽപ്പാലം വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞങ്ങൾ സ്വദേശിവാസി നാട്ടുകാർ. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. ഈ ഒരു വഴി എപ്പോഴും സർവേ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് തരുന്ന വൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേക്കകത്ത് എപ്പോഴും അതായത് ലീഗലായിട്ട് കൊടുത്തേക്കുന്ന വൺ വേക്കകത്ത് ഇല്ലീഗലായിട്ടാണ് വണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരിഷ്ടത്തിനാണ് കുറേ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഓൾറെഡി ബ്ലോക്ക് ആകും. ഒരു വണ്ടി സർവേ ചെയ്ത് പോകാനുള്ളൊരു വഴി അവിടെ ഇല്ല. പിന്നെ ഒരു മേൽപ്പാലം വരുന്നതിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടോടെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്സുകാരെ കാര്യമല്ലേ, ബസ്സുകാരൊക്കെ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ഗേറ്റ് ബ്രേക്ക് ഡൗൺ ആയി, അതായത് അത് സർവീസബിൾ അവൈലബിൾ അല്ല എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പെട്ടെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടു. ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളി പരവൂർ സർവേ അടിക്കുന്ന ഏതൊരു ബസ്സുകാരായാലും അവരും എടുക്കുന്ന കൊച്ചുവടിയാണ്. മൊത്തത്തിൽ ഇവിടെ ബ്ലോക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉപകാരം. കൊല്ലം പരവൂർ ഒല്ലാൽ റെയിൽവേ മേൽപ്പാലം എന്ന മോഹന വാഗ്ദാനം നൽകിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പ്രധാനമന്ത്രി ഓൺലൈൻ വഴി റെയിൽവേ മേൽപ്പാലം നിർമ്മാണോദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടും ഒരു ചലനവുമില്ലാതെ കിടക്കുന്നു. 3 വർഷം മുമ്പ് 37 കോടി രൂപയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി അനുവദിച്ചതെങ്കിലും റെയിൽവേ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. നഗരത്തിലെത്താനുള്ള 2 ബൈപ്പാസ് റോഡുകളും വീതി കുറഞ്ഞവയാണ്. അതിലൊരു ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം വളരെ പ്രയാസകരമാണ്. നമസ്കാരം ചേട്ടാ, ഈ ഒല്ലാൽ മേൽപ്പാലം വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായിട്ട് ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ആ പദ്ധതി. അതിനെക്കുറിച്ച് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് വളരെ കഷ്ടമാണ്. ഈ ഒല്ലാലെ മേൽപ്പാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ നടത്തേണ്ടതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ ഗേറ്റ് അടഞ്ഞു കിടക്കും. യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു സങ്കടമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് ഇത് വളരെ ദുഷ്ടമായിരിക്കുകയാണ്. ഈ കാര്യം വളരെ പെട്ടെന്ന് നടത്തേണ്ട ആവശ്യമാണ്. പക്ഷേ പല രീതിയിലും രാഷ്ട്രീയം കളിച്ച് പോവുകയാണ്. അല്ലാതെ ഈ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒന്നും ഈ നടത്തുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ജനങ്ങൾ എത്രയും പെട്ടെന്ന് പോകുന്ന നേരത്ത് വരുമ്പോൾ ഇത് ലോക്കായി കിടക്കുകയും വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. 10 മിനിറ്റ് ഇടവിട്ടുള്ള റെയിൽവേ ഗേറ്റ് അടയ്ക്കൽ കാരണം ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്ന കാഴ്ച അത്യന്തം വേദനാജനകമാണെന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പലപ്പോഴും റെയിൽവേ ഗേറ്റ് ലോക്കാവുന്നത് നിത്യസംഭവമാണ്. എന്നാൽ ഇത്ര നാളായിട്ടും സ്ഥലമെടുപ്പുകളോ സർവേകളോ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ലെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നു. ഒല്ലാൽ പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ റെയിൽവേ മേൽപ്പാലം വരുന്നു എന്ന് പറഞ്ഞിട്ട് വരാതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളാകുന്നു. അപ്പോൾ ഒരു പൊതു പൗരൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? നമുക്ക് അത് ഒരുപാട് പറയാനുണ്ട്. ഈ നാട്ടിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അലോട്ട് ചെയ്ത് വന്ന കാര്യമാണ്. ഇത് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പാർട്ടിക്കാർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവരാരും തയ്യാറാവുന്നില്ല. ആരോട് പ്രതീക്ഷിക്കുക? നമ്മൾ ആരോട് പറയണം? ജനങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. അധികാരികളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അധികാരികളിങ്ങനെ തങ്ങൾ കുറ്റം പറഞ്ഞ് അവരിത്ര രൂപ അലോട്ട് ചെയ്ത് ഇവരിത്ര കൊടുത്ത് അവരിത്ര കൊടുത്ത് ഇതുവരെ ഇവിടെ സ്ഥലമെടുപ്പ് നടന്നിട്ടില്ല. ഇവിടെ ഇതിനകത്ത് ഒന്നും നടന്നില്ല. ഈ കാണുന്ന ബുദ്ധിമുട്ട് ഇടപാന്നും വർക്കല, കാപ്പിൽ, കൊല്ലം ബീച്ചിൽ നിന്നും അനേക ജനങ്ങൾ ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് 4 പ്രാവശ്യം ഇവിടെ ഈ ഗേറ്റ് ലോക്കാവും. അപ്പോൾ മേൽപ്പാലം നാളെ വരും, മറ്റന്നാൾ വരും. ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാരെല്ലാം ഇവിടെ വന്ന് നമ്മളെ പ്രധാനമന്ത്രി ഓൺലൈനിൽ കൂടെയൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തതായി ഉടനെ വരും എന്നൊക്കെ പറഞ്ഞു. ഇത്രയും വർഷമായിട്ടും ഒരു കാര്യം പോലും നടന്നില്ല. സ്ഥലം എടുത്തിട്ടില്ല. ഇതിൽ എന്താണെന്ന് പോലും നമുക്കില്ല. നമ്മൾ വേറെ പൊട്ടന്മാരാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിനടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുക ഒരു നിർവാഹം ഭയങ്കര ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ആംബുലൻസ് ഒക്കെ വന്നിട്ട് ഇവർ കരഞ്ഞുകൊണ്ടാണ് പിന്നെ തിരിച്ച് പിടിക്കുന്നവർ. എന്ന് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്ത് വരണം. ആ വഴി വരുമ്പോൾ ഇവർ 1 കിലോമീറ്റർ കൂടുതൽ കറങ്ങണം. ഈ കേന്ദ്ര അപ്പുറത്തിന് വരണമെങ്കിൽ 1 കിലോമീറ്റർ കറങ്ങി വരണം. അങ്ങനെയുള്ള സ്ഥിതിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇവിടെ പാലം പണി വരുമ്പോൾ അല്ല കയറ്റി അടവ് വരുമ്പോൾ അവിടെ ബോർഡ് വയ്ക്കുക ഒന്നും ചെയ്തില്ല. ബോർഡ് പോലും വെക്കാതെ ഇവർക്ക് തോന്നി ഇണക്കങ്ങ് അടയ്ക്കും. ആ സമയമാകുമ്പോൾ ആൾ ഇവിടെ വരും. കടന്ന് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കുന്നത്. ലോക്കായി പോണത്. അവർ ഒരു ഇത് അറിയിപ്പും ചെയ്യത്തില്ല. അവരതിനകത്ത് അവർക്ക് അടയ്ക്കുമ്പോൾ അടയ്ക്കും. അവർ തുറക്കണം പൊക്കണം. അല്ലാതെ യാതൊരു ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരമില്ല. 1-ാം മെഡിക്കൽ കോളേജ് അടുത്ത് കിടക്കണം. എത്രയും പേര് റോഡ് അപകടങ്ങളൊക്കെ പറന്ന് വന്ന പാവങ്ങൾ ഇവിടെ കിടന്ന് പിന്നെ തിരിച്ച് പിടിക്കുകയാണ്. നമ്മളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അവർ 6 മണിക്കൊക്കെ ഇത് കയറ്റാണ് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഇത് വണ്ടികളെല്ലാം ഒരു 4-5 വണ്ടി പോയതിനു ശേഷമാണ് തുറക്കുക. അപ്പോൾ ചിലപ്പം ലോക്കായിപ്പോൾ
പിന്നെ ആ രാത്രി ഇവിടെ കിടന്ന് പിടിച്ച് വലിച്ച് എന്തൊരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളുണ്ട് ഈ പരവൂർ ഏരിയയിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നു. മുനിസിപ്പാലിറ്റിക്കാർ എന്താണ് ഇവിടെ നടപടി എടുക്കുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയാൻ വയ്യ. അവർ പറയുന്നു അവർ ധാരാളം സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ പോകുന്നുണ്ട്. കൊല്ലത്ത് ഇവിടുന്ന് വരുന്നതെല്ലാം പാരിപ്പള്ളിയിൽ പോയിട്ടാണ് തിരുവനന്തപുരവും മെഡിക്കൽ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ കടകളിലൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്നാണ് കൂടുതലും പാസ് ചെയ്ത് പോകുന്നത്. എന്ത് തീരദേശ റോഡായതിൻ്റെ മേലെ തീരദേശത്ത് അനേക ജനങ്ങൾ പാസ് ചെയ്ത് വരുന്നത്. അവരിത് അറിയത്തില്ല, ഇങ്ങനെ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ അടഞ്ഞു കിടക്കും, അവർ കിടന്ന് കഷ്ടപ്പെടും. ഇത് ഞങ്ങളുമൊക്കെ കണ്ട് ജനങ്ങളെല്ലാം ഇവിടെ വെറുത്തിരിക്കുക. പാർട്ടിക്കാരെ പോലും വെറുത്തിരിക്കുക. പാർട്ടിക്കാരെന്തിനാണ്? അധികാരമുള്ളവർ ചെയ്യണം. അധികാരമുള്ളവർ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങ് ചെയ്തു കൊള്ളണം. പിന്നെ മറ്റൊരു ചോദിക്കുന്നതിന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്തൊരു കാര്യം എന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഇത് പണ്ടുള്ള ആൾ പറഞ്ഞിട്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇത് ചുമ്മാ വന്ന് ഇങ്ങനെ ആശകൾ പറയുക പോവുക. അല്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് നടക്കാൻ വേണ്ടി അധികാരികൾ കണ്ണ് തുറക്കുക. ഇതിനൊക്കെ പുറമെ ലെവൽ ക്രോസിലൂടെ പോകുന്ന വാഹനങ്ങളുടെ അടിഭാഗം പാളത്തിൽ ഇടിക്കുന്നതും അതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ തിരക്ക് കൂടുമ്പോൾ സ്ഥലപരിമിതി കാരണം താഴെ കുഴിയിൽ വീഴുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുന്നു. പരവൂരിലേക്കും പാരിപ്പള്ളിയിലേക്കും ഭൂതക്കുളത്തേക്കുമുള്ള വാഹനങ്ങളാണ് വഴിമാറി പോകുന്നതിനായി വലയുന്നത്. മേൽപ്പാലം നിർമ്മാണത്തിന് 37 കോടി രൂപയുടെ ഭരണാനുമതിക്ക് പുറമെ കിഫ്ബി ഉൾപ്പെടുത്തിയുള്ള പദ്ധതിക്ക് അംഗീകാരവും കിട്ടി. പക്ഷേ നാളിതുവരെയായിട്ടും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. മേൽപ്പാലം പൂർത്തിയായാൽ ഒരു നാടിന്റെ മുഴുവൻ യാത്രാദുരിതമെന്ന ശാപമോക്ഷത്തിൽ നിന്ന് പുറത്തു വരാനാകും. ഇത്ര നാളായിട്ടും എന്ത് കാരണത്താലാണ് റെയിൽവേ മേൽപ്പാലം പദ്ധതിയിൽ ഫയലിൽ തന്നെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഫണ്ട് അനുവദിച്ചിട്ടും റെയിൽവേ മേൽപ്പാലം പണി തുടങ്ങാത്തത്? എന്തിനു വേണ്ടിയാണ് ഫണ്ടുകൾ അനുവദിച്ചിട്ടും യാതൊരു തുടർ നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ എടുക്കാത്തത്? നാട്ടിലെ പൗരന്മാരുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണോ? ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് സമുദ്രാവിഷനും ചോദിക്കുവാനുള്ളത്. ഈ വിഷയത്തിൽ ജനങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.